Good morning. Good morning, Miss. Good morning, ma'am. Good morning, Miss. Okay. ഓക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് പ്രോബ്ലംസ് ഓഫ് OPD ആയിരുന്നു അല്ലെ. അതിനകത്ത് ജനറൽ പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. റേഡിയോളജി സോറി ഞാൻ വേറെ ക്ലാസ്സിലൊക്കെ ആയിരുന്നത് കാരണം സോറി കേട്ടോ. കേട്ടോ ക്ലാസിഫിക്കേഷൻ വായിച്ചു നോക്കൂട്ടോ എടുത്തത്. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ എടുത്തത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അയച്ചു നോക്കാം കേട്ടോ. ഓക്കെ വായിച്ചു നോക്കിയോ? ഓക്കെ എന്താണ് എക്സ്റേ എന്ന് പറഞ്ഞാല്? എന്താ എക്സ്റേ? എന്താണ് എക്സ്റേ? എന്തായിരുന്നു പറഞ്ഞത്? റാപ്പിഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ. ഓക്കെ ബോൺസിന് മാത്രമാണ് അല്ലെ, പ്രത്യേകമായിട്ട് ബോൺസിനാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്. ഓക്കെ എന്താണ് MRI? MRIയുടെ ഫുൾ ഫോം എന്താണ്? MRIയുടെ ഫുൾ ഫോം എക്സ്പാൻഡ് MRI. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഓക്കെ നമ്മളപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ.
ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. Radiology can be classified into 3 different areas: diagnostic radiology, interventional radiology, radiation oncology. മൂന്ന് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഉണ്ട്, ഇന്റർവെൻഷണൽ റേഡിയോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, ultrasound, CT scan and MRI scans to identify disorders throughout the body. എന്താ പറയുന്നത്? ആരാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ പാർട്സിന്റെ ചിത്രങ്ങൾ എടുത്ത് രോഗം നിർണയിച്ച് ട്രീറ്റ്മെന്റ് നടത്തുന്നു. അതിനു വേണ്ടി സഹായിക്കുന്ന ടെക്നീഷ്യൻസിനെയാണ് നമ്മൾ പറയുന്നത് റേഡിയോളജിസ്റ്റുകൾ എന്ന്. അപ്പോ അവരെന്തെന്ന് സഹായിക്കുന്നുണ്ട്? ടെക്നീഷ്യൻസ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്റേസ്, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ എടുത്ത് ഇമേജുകൾ, അതിന്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് എന്താണ് ത്രൂ ഔട്ട് ദ ബോഡി, അല്ലെ, ബോഡി മൊത്തമുള്ള ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മള് എന്താണ് ഐഡന്റിഫൈ. ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള എന്താണ് ഈ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്റേസ്, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ, ഇങ്ങനെയുള്ള സ്കാനുകളൊക്കെ അല്ലെ, ഇമേജുകൾ, ഇതിൽ നിന്നുള്ള ഇമേജുകൾ എടുത്ത് ഇമേജുകളുടെ സഹായത്തോടു കൂടി ബോഡി മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാല് radiology that focus on the using minimally invasive interventional techniques, non-surgical treatments to diagnose and treat patients. എന്താണ് minimally invasive എന്ന് പറഞ്ഞാല്? നമ്മള് ഇപ്പോ MRI-യില്, എക്സ്റേ, അതുപോലെ തന്നെ CT സ്കാനിലൊക്കെ പഠിച്ചല്ലേ നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണെന്ന്. പഠിച്ചായിരുന്നോ? ഓർക്കുന്നുണ്ടോ? എന്താണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല്? പെയിൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ എന്താണ് വേദനിപ്പിക്കാതെയാണ് അവര് ഇമേജുകൾ എടുക്കുന്നത്, അല്ലെ? ഇതിൽ പറയുന്നത് എന്താണ്? മിനിമലി ഇൻവാസീവ്. അപ്പൊ എന്തായിരിക്കാം? ചെറുതായിട്ട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇതില് ഇമേജുകൾ എടുക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജറി പോലെയുള്ള അധിക രീതിയിലുള്ള മുറിവുകളല്ല, മിനിമലി ചെറിയ രീതിയില് രോഗം നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇമേജുകൾ എടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അതിന്റെ എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്യുന്നത് നോക്കാം. This includes എന്തൊക്കെയാണ്? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി കേട്ടിട്ടുണ്ടാവോ അല്ലെ? ആൻജിയോഗ്രഫി, അതുപോലെ തന്നെ ബയോപ്സി പ്രൊസീജിയർ കേട്ടിട്ടുണ്ടാവും. ഇനി എന്താ പറയുന്നത്? കാർഡിയാക് കത്തീഡ്രൈസേഷൻ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫെമിലിയർ ആയിരിക്കും അല്ലെ? കുറച്ച് പേരുകള്. ആൻജിയോഗ്രഫി കേട്ടിട്ടുണ്ടാവും, അതുപോലെ ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീഡ്രൈസേഷൻ കേട്ടവരുണ്ടോ? ഓക്കെ, ഫെമിലിയർ ആണോ? ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി അതും കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ എന്താണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്? ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മീനിങ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാല്? എന്താണ്? രക്തക്കുഴലുകൾ അല്ലേ?
ഓക്കെ, രക്തധമനികൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ എന്ന് പറയാറുണ്ട് അല്ലെ നമ്മള്. ഓക്കെ, അപ്പൊ ഏത് ബ്ലഡ് വെസൽസിനാണോ ബുദ്ധിമുട്ടുകൾ ഉള്ളത്, പ്രശ്നങ്ങൾ ഉള്ളത്, അതിന്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻജിയോഗ്രാഫി ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് വെസൽസിന്റെ ഇമേജ് എടുത്ത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട് ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മള് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, കൈകളിലൂടെ പ്രത്യേകമായിട്ട് ആൻജിയോഗ്രാഫി ചെയ്യുമ്പോൾ കൈകളിലൂടെ ഒരു ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് കത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ പ്ലാസ്റ്റിക് ട്യൂബാണ്, ഒരു ടൈനി ട്യൂബാണ്. അതെന്ത് ചെയ്യുന്നത്, കടത്തി വിട്ടിട്ടാണ് ചിത്രങ്ങൾ എടുക്കുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ പ്ലാസ്റ്റിക് ട്യൂബാണ് കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഹാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കടത്തി വിട്ട് ബ്ലഡ് വെസൽസ് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്, ചിത്രങ്ങൾ എടുക്കാനായിട്ട്, ബ്ലോക്കുകൾ ഉണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതാണ് എങ്ങനെ, ആൻജിയോഗ്രാഫി വഴിയാണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, കൈകളിലൂടെ പ്രത്യേകമായിട്ട് കൈകളിലൂടെ ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് കത്തീറ്റർ കടത്തിവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജുകൾ എടുക്കുന്നു. അതാണ് ആൻജിയോഗ്രാഫി. ഓക്കെ ആണോ? ആൻജിയോഗ്രാഫി അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി എന്തായിരിക്കാം ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ? ആർക്കെങ്കിലും എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ ബയോപ്സി? നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ വീടുകളിൽ ആർക്കെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ട്, അമൽജിത്ത്. ഓക്കെ, അമൽജിത്തിന്റെ ആർക്കാ ചെയ്തിട്ടുള്ളത് ബയോപ്സി? എനിക്കാണ്. ഓക്കെ ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ബയോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ ബയോപ്സി യൂസ് ചെയ്യുന്നത്. ബയോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മുഴകളോ അല്ലെങ്കിൽ തടിപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് ടിഷ്യൂസ് എടുത്ത് ടെസ്റ്റിങ്ങിനായിരിക്കും. ഓക്കെ, അപ്പൊ ടെസ്റ്റിങ്ങിന് നമ്മൾ നടത്തുമ്പോൾ ഒന്നുകിൽ എന്താണ്, ചിലപ്പോ രോഗം എന്തെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഓൾറെഡി ക്യാൻസർ പേഷ്യൻസിനായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മള് ബയോപ്സി ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, ക്യാൻസർ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് ദ്രവം എടുത്ത് ടിഷ്യൂസ് എടുത്തുകൊണ്ട് നമ്മൾ ബയോപ്സിക്ക് അയക്കാറുണ്ട്. ഓക്കെ, അത് ക്യാൻസർ സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഇത് കാർഡിയാക് കത്തീഡ്രലൈസേഷൻ. ഓക്കെ, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? കാർഡിയാക് കത്തീഡ്രലൈസേഷൻ അറിയാൻ പറ്റുമോ? വെരി ഗുഡ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, കാർഡിയാക് കത്തീഡ്രലൈസേഷൻ. അപ്പൊ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇത് കാർഡിയാക് കത്തീഡ്രലൈസേഷൻ എന്ന് പറയുന്നത്. ഹൃദയവുമായിട്ട് നിങ്ങൾ പറഞ്ഞു അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ ഒരു പ്രൊസീജിയർ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാർഡിയാക് കത്തീഡ്രലൈസേഷൻ നടത്തുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ പ്രൊസീജിയർ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ, ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആളുടെ ഹാർട്ടിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കത്തീഡ്രലൈസേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ബ്ലോക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കത്തീഡ്രലൈസേഷൻ, കാർഡിയാക് കത്തീഡ്രലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലോക്കുകൾ ഉണ്ടോ, എന്തെങ്കിലും വാൽവുകൾ അടഞ്ഞു പോയിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാർഡിയാക് കത്തീഡ്രലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ വാൽവുകൾ മാറ്റിവെക്കുന്നതിനും ഈ കാർഡിയാക് കത്തീഡ്രലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഈ കാർഡിയാക് കത്തീഡ്രലൈസേഷൻ വഴിയായിട്ടാണ് നമ്മൾ വാൽവുകളൊക്കെ മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെന്റ് ഇടുന്നത് കേട്ടിട്ടുണ്ടോ? സ്റ്റെന്റ് കേട്ടിട്ടുണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, വീട്ടിൽ ആർക്കെങ്കിലും ചെയ്തതാണോ? സുമ അല്ല, കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റെന്റ് ഇടുന്നത്? സ്റ്റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ മെറ്റൽ ട്യൂബ് ആണ്. അതും എങ്ങനെയാ ചെയ്യുന്നത്? നമ്മള് ഹാർട്ടില്
ഹൃദയവാൽവുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രാക്ചർ വന്നൊക്കെ അടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെന്റ് ഈ മെറ്റൽ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് രക്തം കറക്റ്റ് ആയിട്ട് അതിന്റെ ഫ്ലോ പോവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടും ഈ കത്തീട്രൈസേഷൻ വഴിയായിട്ടാണ് ഈ സ്റ്റെന്റ് ഇടുന്നതും. അതുപോലെ തന്നെ കത്തീറ്റർ കടത്തി വിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. കത്തീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. അത് നമ്മുടെ കൈകളിലൂടെ കടത്തി വിട്ടിട്ടാണ് ബ്ലോക്ക് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. കത്തീറ്റർ കടത്തി വിട്ടിട്ടാണ് ഇക്കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ലാബ് ഉണ്ട്. അതെന്താണെന്ന് അറിയാം? ലാബിന്റെ പേര് അറിയോ? ലാബ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ ചെയ്യാൻ. ഓക്കെ, വെരി ഗുഡ്. കാത്ത് ലാബ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തീഡ്രൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാബാണ് കാത്ത് ലാബ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കാർഡിയാക് കത്തീഡ്രൈസേഷനിൽ വരുന്നത്. ക്ലിയർ അല്ലേ? 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്: ആൻജിയോഗ്രഫി, ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീഡ്രൈസേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റിയുടെ അനന്തർ നെയിം അല്ലെങ്കിൽ ഓൾസോ നോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ഇത് ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻജിയോപ്ലാസ്റ്റിയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസിന്റെ മറ്റൊരു പേര് തിരിച്ചു ചോദിക്കാവുന്നതാണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ എന്താണ്, ഇപ്പൊ 3 ബ്ലോക്ക് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഇങ്ങനെ നമുക്ക് സ്റ്റെന്റ് ഇട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 ബ്ലോക്കിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആണ് ചെയ്യുന്നത്. ഇനി എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3 ബ്ലോക്ക് വരെ നമുക്ക് എന്താണ് സ്റ്റെന്റ് ഇട്ടൊക്കെ നിർത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ 3 ബ്ലോക്കിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഓപ്പൺ സർജറി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഇനി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഫംഗ്ഷനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻജിയോഗ്രഫി വഴി ഇമേജ് എടുക്കുന്നു. ഓക്കെ, കത്തീഡ്രൈസേഷൻ ചെയ്യുന്നു. കത്തീഡ്രൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈകളിലൂടെ ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഇട്ടുകൊണ്ട് കത്തീറ്റർ കടത്തിവിട്ട് എവിടെയാണ് ബ്ലോക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് കത്തീറ്റർ കടത്തിവിടുമ്പോ ആ സ്മോൾ പ്ലാസ്റ്റിക് ട്യൂബിന്റെ ടിപ്പ് അഗ്രഭാഗത്ത് അറ്റത്ത് എന്ത് ചെയ്യും? ആ ടിപ്പില് ഒരു നീഡിലും അതുപോലെ തന്നെ ബലൂണും ഘടിപ്പിച്ചിട്ടുണ്ടാവും. ബലൂണും ഉണ്ടാവും, നീഡിലും ഉണ്ടാവും, അതുപോലെ തന്നെ ബലൂണും ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് വെസൽസിലൂടെ പോകുമ്പോൾ ഏത് പ്ലേസിൽ വെച്ചാണോ ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാ ബ്ലോക്ക് ഉണ്ടാവുന്നത്? ഫാക്റ്റുകള് അടിഞ്ഞു കൂടിയിട്ടല്ലേ, അല്ലേ? അങ്ങനെയല്ലേ ബ്ലോക്ക് ഉണ്ടാവുന്നത്? ഓക്കെ, അപ്പൊ ഫാക്റ്റുകൾ അടിഞ്ഞു കൂടി നമ്മുടെ വാൽവ് അടഞ്ഞിരിക്കും അല്ലെ, രക്തം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അങ്ങനെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ കത്തീറ്റർ കടത്തി വിടുമ്പോ അതിന്റെ ടിപ്പിൽ എന്തുണ്ടാവും? നീഡിലും അതുപോലെ ബലൂണും ഉണ്ടാവും. ഇത് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ ഈ വെസൽസിൽ വെച്ച് നോക്കുമ്പോ എവിടെയാണ് ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫാക്ട് വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്, അവിടെ വെച്ച് എന്താവുന്നുണ്ട്? ആ ഫാക്ട് കാണുമ്പോൾ തന്നെ ഈ ബലൂൺ എന്താവും? വികസിക്കാനായിട്ട് അല്ലെങ്കിൽ വീർക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ബലൂൺ വികസിക്കുന്നു. അതോടൊപ്പം ബലൂൺ വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ വെസലം അല്ലെ, ബ്ലഡ് വെസലം എന്ത് ചെയ്യും? അതോടൊപ്പം വികസിക്കാനായിട്ട് തുടങ്ങും. അവിടെ എന്ത് ചെയ്യും? എന്നിട്ട് ഈ ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയും നമ്മൾ അവിടെ വികസിക്കുന്നുണ്ട്. ബലൂൺ വികസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയും അതോടൊപ്പം വികസിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? സ്റ്റെന്റ് അവിടെ ഇട്ട് കൊടുക്കുന്നു. മനസ്സിലായോ? ആ സ്മോൾ മെറ്റൽ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ അവിടെ ഇട്ട് കൊടുക്കുമ്പോ രക്തം കറക്റ്റ് ആ ഫ്ലോയിൽ പാസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അതാണ് ഇതെന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. കിട്ടിയോ എന്താണെന്നുള്ളത് കൺസെപ്റ്റ്? ഓക്കെ ആണോ? 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ആൻജിയോഗ്രഫി പറഞ്ഞു, ബയോപ്സി പ്രൊസീജിയർ പറഞ്ഞു, കാർഡിയാക് കത്തീഡ്രൈസേഷൻ പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞു.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം, ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കാം ഓങ്കോളജി? ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ? ഓക്കെ, റേഡിയേഷൻ ഓങ്കോളജി is used for performing radiation based therapy on cancer patient. അല്ലെ, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മള് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ചെയ്യുന്നതാണ് ഇത് റേഡിയേഷൻ ഓങ്കോളജി. കീമോതെറാപ്പി. ഓക്കെ, high energy radiation utilized in the treatment destroyed cancer cells and prevents them from proliferating. Proliferating എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപനം, വ്യാപനം. അപ്പോ എന്താണ്, ഇങ്ങനെയുള്ള നമ്മള് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ കീമോ ചെയ്യാറുണ്ട്. റേഡിയേഷൻ കടത്തി വിട്ടിട്ട് എന്താണ് ആ സെൽസുകളെ കരിയിച്ച് കളയുന്നുണ്ട് അല്ലെ, ഡിസ്ട്രോയ് ചെയ്ത് കളയുകയും അതുപോലെ തന്നെ അതിന്റെ വ്യാപനത്തെ തടയാനായിട്ട്, ആ സെൽസുകൾ വളരുന്നത് അതിന്റെ വളർച്ചയെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള റേഡിയേഷൻ ചെയ്യുന്നതിലൂടെ. Thus, this process can either regulate this problem or can cure it entirely. എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. റേഡിയേഷൻ ഓങ്കോളജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ക്യാൻസർ പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഓർത്ത് വെക്കാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. എന്താണ് ലൊക്കേഷൻ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും അല്ലെ. സ്കാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ MRI ചെയ്യുന്നത്, CT സ്കാൻ ചെയ്യുന്നത് എവിടെയായിരിക്കും? മുകളിലത്തെ നിലകളിലായിരിക്കോ? ഇല്ല. എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇനി എന്താണ് നോക്കാം. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. എന്താണ് നമുക്കറിയാം, സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. അപ്പൊ അതുപോലെയുള്ള എക്യുപ്മെന്റ്സുകൾ, CT സ്കാൻ അതുപോലെ MRI ഒക്കെ എന്താണ് വളരെ സങ്കീർണമായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ഓപ്റ്റിമം ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. The department not only cares for walking in patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. എന്താ പറയുന്നത്, നമ്മള് ഇപ്പോ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ടുള്ളവർക്കും അല്ലെ, എമർജൻസി ആയിട്ടുള്ളവർക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ നടന്നു പോകുന്ന രോഗികൾക്കായാലും ഡോക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ സ്കാനും ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ രണ്ടുപേരെയും നമ്മൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. നടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ സ്ട്രക്ചറൽ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന്, ആക്സിഡന്റ് കേസൊക്കെ ആയിട്ടുള്ള പേഷ്യൻസിന് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ആദ്യം MRI അല്ലെ പല പല സ്കാനുകൾ ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അവർക്കും കൂടി പോകാനുള്ള രീതിയിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്, ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OP പേഷ്യൻസ്, ഇൻപേഷ്യൻസ് ആൻഡ് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എല്ലാവരെയും നമ്മൾ ഈസിലി അല്ലെ, എല്ലാവർക്കും ഈസിലി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഏതൊക്കെ പേഷ്യൻസിനാണ്? ഔട്ട് പേഷ്യൻസ്, അതുപോലെ തന്നെ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്, പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസ്. എല്ലാ പേഷ്യൻസിനും ഈസിലി റീച്ചബിൾ ആക്കുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ ലൊക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇനി എന്താണ്, ഇറ്റ് ഷുഡ് ബി put between another department. എന്ത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്? അനദർ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് പാടില്ല. എന്തായിരിക്കാം കാരണം? അറിയാൻ പറ്റുമോ?
റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അതർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട് പാടില്ല. എന്തായിരിക്കാം നോർത്ത് നോക്കിയേ, എന്തായിരിക്കാം കാരണം? വെരി ഗുഡ്. റേഡിയേഷൻ ഇല്ലാതാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, മറ്റും അവിടെ പല പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഫാമിലീസ്, റിലേറ്റീവ്സ് ഒക്കെ വരുന്നതാണ് അല്ലെ. മറ്റു പേഷ്യൻസ് ആയാലും അവരുടെ ഫാമിലീസ്, റിലേറ്റീവ്സ്, ഒക്കെ പ്രഗ്നന്റ് ലേഡീസ്, അങ്ങനെ പലതരത്തിലുള്ള പേഷ്യൻസ് വന്ന് കടന്നു പോകുന്ന സ്ഥലമാണ് ഹോസ്പിറ്റല്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്താണ്, അവർക്കും റേഡിയേഷൻ ഏൽക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതെന്താണ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട് പാടില്ല. ഇനി നോക്കാം, ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് ദ ലേറ്റർ ഡേറ്റ്. ഇനി ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മള് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഭാവിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന വിധത്തില്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽസ് ഒക്കെ, സൗകര്യം കുറഞ്ഞ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പുതുക്കി പണിയ അല്ലെ, കൺസ്ട്രക്ഷൻ നടത്തുന്നതൊക്കെ. അപ്പൊ അങ്ങനെ പുതുക്കി നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നമ്മൾ ആദ്യം പണിതു, അതിനുശേഷം ഭാവിയിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്, അതിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ സെയിം തന്നെയാണ് നെക്സ്റ്റ് പോയിന്റിലും വരുന്നത്, ഫ്ലെക്സിബിലിറ്റി, വഴക്കം, അതുപോലെ തന്നെ എക്സ്പാൻഡബിലിറ്റി, വിപുലീകരണം, അപ്ഗ്രേഡബിലിറ്റി അല്ലെ, നവീകരണം, റിക്വയർഡ് to be taken into account while sitting the department. എന്താ പറയുന്നത്, അങ്ങനെ വിപുലീകരണം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ നവീകരിക്കാൻ തോന്നുമ്പോഴും അതുപോലെ നല്ല രീതിയിലുള്ള വഴക്കങ്ങള് അങ്ങനെയുള്ള രീതിയിലായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഏതെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നവീകരിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നവീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തു വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. എന്താണ്, ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങള്, സ്ഥല ആവശ്യങ്ങളും ഇതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്നപ്പോൾ നമ്മളോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു CT സ്കാൻ ചെയ്തിട്ട് വരും അല്ലെങ്കിൽ MRI ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡോക്ടർ നമുക്ക് എന്ത് ചെയ്തു തരും, ഒരു പ്രിസ്ക്രിപ്ഷൻ തരും. ഇന്നാള് എന്താണ് CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു തരും അല്ലെ, പ്രിസ്ക്രിപ്ഷൻ തരും. എന്നിട്ട് അതൊക്കെ ചെയ്യും നമ്മള് എവിടെ കൊണ്ടുപോയി കൊടുക്കും, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് സെപ്പറേറ്റ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സെപ്പറേറ്റ് റിസപ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമ്മള് കൊടുക്കും. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്ത് വെക്കും. എന്നിട്ട് അവര് പറയും വെയിറ്റ് ചെയ്തോളൂ, നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു അല്ലെ. പല ആളുകളും സ്കാൻ ചെയ്യാനായിട്ട് എക്സ്റേ എടുക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ടാവും, കാണാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിച്ചു നോക്കാട്ടെ ഇനി അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ. അപ്പൊ എന്താണ്, പേഷ്യന്റ് വെയിറ്റിംഗ് റൂം അല്ലെ, അവിടെ എന്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇനി സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് ആൻഡ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഇനി എന്തുണ്ടാവുന്നുണ്ട്, ക്ലറിക്കൽ ഒരു സെക്രട്ടറി ഏരിയ അല്ലെ, അവിടെ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, റിപ്പോർട്ടുകൾ, നമ്മൾ സ്കാൻ ചെയ്ത റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനായിട്ടും ഓരോ റിപ്പോർട്ടുകളും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും. അല്ലെങ്കിൽ എന്താണ്, മിക്സ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലെ. എക്സ്റേ എടുക്കുന്നത് ഏതിന്റെയൊക്കെയാണ് എക്സ്റേ, അതുപോലെ തന്നെ CT സ്കാൻ ആരൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ MRI ആരൊക്കെയാണ്, അങ്ങനെയുള്ള പല പല റിപ്പോർട്ടുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്ത് വേണം, ക്ലറിക്കൽ ഏരിയ വേണം, ക്ലർക്ക് ഏരിയ വേണം. ഇനി എന്താണ്, റേഡിയോളജിസ്റ്റ് ഓഫീസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഹാവിംഗ് ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂംസ് ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ റിവ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. നമുക്കറിയാം, ഇപ്പൊ എക്സ്റേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ CT സ്കാൻ അതുപോലെ MRI സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് കിട്ടുന്നത്, എങ്ങനെ കിട്ടാം, എങ്ങനെ കിട്ടാം, എഴുതിയിട്ടാണോ അവർ തരാറ്, റിട്ടൺ ഫോമിലാണോ തരാറ് റിപ്പോർട്ടുകൾ? CT സ്കാൻ MRI ഒക്കെ എടുക്കുമ്പോ, എക്സ്റേ ഒക്കെ എടുക്കുമ്പോ അല്ല, ഫിലിം അല്ലെ,
ഫിലിം ടൈപ്പ് ആണ് കിട്ടുന്നത് അല്ലെ? ഫിലിം ടൈപ്പ് ആണ്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോ അത് എന്താണ്, അത് കറക്റ്റ് ആയിട്ട് ചാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് അവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ എക്സ്റേ റൂംസ് ആയാലും മറ്റുള്ള റൂംസ് ആയാലും എക്സ്റേ എടുക്കുന്ന റൂംസുകളൊക്കെ ഇതിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, റേഡിയോളജിസ്റ്റ് ഓഫീസിനോട് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെ ആവശ്യമാണ്? രജിസ്ട്രേഷൻ ഏരിയ ഉണ്ട്, റിസപ്ഷൻ കൺട്രോളർ, റിസപ്ഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ ഏരിയ ഉണ്ട്, പേഷ്യന്റിനെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഏരിയ വേണം, അതുപോലെ ക്ലർക്ക് ഏരിയ വേണം, അതുപോലെ റേഡിയോളജിസ്റ്റ് ഓഫീസും അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്ര വരെ എടുത്തത് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയെങ്കിൽ തമ്പിടാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് റേഡിയേഷൻ റിസ്ക്. ഓക്കെ, നമ്മൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ പേഷ്യൻസിനായാലും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും പല പല റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പോയിന്റ് ആയിട്ട്. നോക്കാം. ഫസ്റ്റ് വൺ ആണ് സിവിയർ ഇഫക്റ്റ്. സിവിയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. എന്താണ് ഹെവി ഡോസ് ആണ് അല്ലെ? റേഡിയേഷൻ ചെയ്യുമ്പോഴാണ് ഹെവി ഡോസ് കൊടുത്തിട്ടാണ് നമ്മള് ചെയ്യാറ്. അപ്പൊ ഹെവി ഡോസ് കൊടുക്കുമ്പോൾ എന്താണ്, ഷോർട്ട് ടേം ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയുള്ള ഷോർട്ട് ടേം ഇഫക്റ്റ് ആണ് നോക്കാം. എന്തിനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്? സെറിബ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെറിബ്രൽ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? ബ്രെയിനുമായിട്ടല്ലേ? അതുപോലെ ഗ്യാസ്ട്രിക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോ സ്റ്റോമക്ക്. വെരി ഗുഡ്. ബ്ലഡ് അറിയാലോ. ഓക്കെ, അപ്പോ നമ്മള് സിവിയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ഡോസ് കൊടുത്ത്, ഹെവി ഡോസ് ആണ് കൊടുക്കുന്നത്, പക്ഷെ ഷോർട്ട് ടൈം ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെറിബ്രലുമായിട്ട് എന്താണ്, ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത അവസ്ഥകളാണ് വരുന്നത്. സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റ് ഇതൊക്കെയാണ്. കൺവൽഷൻസ്. എന്താണ് കൺവൽഷൻസ് എന്ന് പറഞ്ഞാല് വിറയൽ ഉണ്ടാകുന്നു. ഓക്കെ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ഹെവി ഡോസ് കൊടുക്കുമ്പോൾ നമുക്ക് വിറയൽ ഉണ്ടാകുന്നു. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. എന്താണ്, കാഴ്ച മറയുന്നു അല്ലെ? കാഴ്ച മറയില് സംഭവിക്കുന്നുണ്ട്, ഹെഡ് ഏക്ക് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെറിയൊരു ടൈമിലേക്കായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകുന്നത്. അതുപോലെ ഗ്യാസ്ട്രിക്, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റുകൾ. എന്താണ്, നോസിയ. എന്തായിരിക്കാം നോസിയ എന്ന് പറഞ്ഞാല്?
നോസിയ എന്താണ്? വൊമിറ്റിംഗ്, ഒക്കാനം അല്ലെ, ഒക്കാനം എന്ന് പറയാം, ഒക്കാനം. അതുപോലെ തന്നെ എന്താ ഈ വൊമിറ്റിംഗ്, ഛർദി വരുന്നത്. അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ഓക്കെ, അതിന്റെ വേസ്റ്റിൽ കഠിനമായിട്ടുള്ള വേദന ഉണ്ടാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്യാസ്ട്രിക്കിനെ എഫക്ട് ചെയ്യുന്നത്, ഈ വയറുമായിട്ട് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? അനീമിയ. എന്താ അനീമിയ എന്ന് പറഞ്ഞാല്? നമ്മളൊക്കെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറയാറുണ്ടല്ലേ അനീമിയ ഉണ്ടെന്നുള്ളത്, ഇല്ലേ? വിളർച്ച അല്ലെ, വിളർച്ച ഉണ്ടാകുന്നത്, ബ്ലഡിന്റെ കുറവ്. ഓക്കെ, ഇനി എന്താണ് മാരോ ഡിപ്രഷൻ? എന്തായിരിക്കാം മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല്? ബോൺ മാരോ അല്ലെ, എന്തായിരിക്കാം മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല്? അസ്ഥിമജ്ജ. ഓക്കെ, അപ്പൊ അതിന്റെ ആ ആക്ടിവിറ്റി, അസ്ഥിമജ്ജയിലേക്ക് ആക്ടിവിറ്റിയിലെ വരുന്ന ഒരു എന്താണ് ഡിക്രീസ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് സിവിയർ ഇഫക്റ്റിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് പഠിക്കാം കേട്ടോ. സെറിബ്രലില് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഇഫക്റ്റ് ആണ് സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി സ്റ്റൊമക്കുമായിട്ട് എത്തരത്തിലുള്ള ഇഫക്റ്റ് നടക്കുന്നുണ്ട്, ബ്ലഡുമായിട്ട് എങ്ങനെയുള്ള ഇഫക്റ്റുകളാണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാല് മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി നെക്സ്റ്റ് ആണ് ക്രോണിക് ഇഫക്റ്റ്. ഓയിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. ഇവിടെ പറയുന്നത് ലോങ് ടേം ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ വയറുമായിട്ട് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, സെറിബ്രല് ബ്രെയിൻ, ഗ്യാസ്ട്രിക് വയറ്, അതുപോലെ തന്നെ ബ്ലഡ്. ഓക്കെ, ഇനി ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സിവിയർ ഇഫക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിൽ പറയുന്നത് എന്താണ്? സിവിയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഹെവി ഡോസ് ആയിരിക്കും, ഷോർട്ട് ടൈം ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ്? കുറഞ്ഞ ഡോസില് ലോങ് ടേം ഇഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക കേട്ടോ, എന്താണെന്നുള്ളത്. ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം ആണ് എന്ത് സിവിയർ ഇഫക്റ്റിൽ വരുന്നത്. ഈ ക്രോണിക് ഇഫക്റ്റിൽ വരുമ്പോൾ എന്താണ്? ചെറിയ സ്മോൾ ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്, പക്ഷെ എന്താണ് ലോങ് ടേം ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഈ സിവിയർ ഇഫക്റ്റ് ആകുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ചിലപ്പോ വിറയൽ, ഇപ്പൊ MRI ഒക്കെ എടുത്തവർക്ക് എന്താണ് ചിലപ്പോ കുറച്ചു നേരത്തേക്ക് വിറയൽ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ തലവേദന എടുക്കാം, ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് കുറച്ചു നേരം കഴിയുമ്പോൾ മാറിപ്പോകും. പക്ഷെ ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഡോസ് ആയിരിക്കും, പക്ഷെ എന്താണ് ഇഫക്റ്റ് കുറെ നാള് നീണ്ടു നിൽക്കും. ഏതൊക്കെയാണെന്ന് നോക്കിയേ. സ്കിന്നിൽ വരുന്നത് അല്ലെ, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടത്. ഹെയർ ലോസ് ഇല്ലേ, നമ്മള് മുടി എന്താണ് കൊഴിഞ്ഞു പോകുന്നത് അല്ലെ. അതുപോലെ ബ്രിറ്റിൽ നെയിൽസ്. എന്താണ് ബ്രിറ്റിൽ നെയിൽസ് എന്ന് പറഞ്ഞാല്? നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഓക്കെ, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തത് എന്തൊക്കെയാണ്? അനീമിയ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിളർച്ച. അതുപോലെ ലുക്കീമിയ. എന്താണ് ലുക്കീമിയ? കേട്ടിട്ടുണ്ടോ? ബ്ലഡ് ക്യാൻസർ ഉണ്ടാകുന്നു അല്ലെ. ഓക്കെ, ഇനി എന്താണ് ഐയുമായിട്ട് ബന്ധപ്പെട്ടത്? കാറ്ററാക്ട്. എന്തായിരിക്കാം കാറ്ററാക്ട്? തിമിരം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അതർ ഇഫക്റ്റുകളാണ്. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാല് വന്ധ്യത. ഒബിസിറ്റി എന്താണ്? പൊണ്ണത്തടി. പിന്നെ എന്താണ്? ക്യാൻസറും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ലോങ് ടേം ഇഫക്റ്റ് ആണല്ലേ സംഭവിക്കുന്നത്. റേഡിയേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചിലപ്പോ വർക്ക് ചെയ്യുന്ന നമ്മള് പേഷ്യൻസ് വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അല്ലെ. എക്സ്റേ എടുക്കുന്നുണ്ട്, MRI, CT സ്കാൻ. അപ്പൊ ഇതിലൊക്കെ എന്താണ്? റേഡിയേഷന്റെ എനർജിയാണ് പുറത്തു വിടുന്നത് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഇത്തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാവാം, അല്ലെങ്കിൽ ലുക്കീമിയ, അതുപോലെ വിളർച്ച, അതുപോലെ എന്താണ് തിമിരം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതുപോലെ തന്നെ നെയില് പൊട്ടിപ്പോകുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങള് അവർക്ക്
സംഭവിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ലോങ് ടേം ഇഫക്റ്റ് ആണ് ഇതിൽ വരുന്നത്, ക്രോണിക് ഇഫക്റ്റിൽ വരുന്നത്. ഓക്കെ, പഠിച്ചു വെക്കാം കേട്ടോ. സ്കിന്നിൽ വരുന്ന പ്രത്യേകത, അതുപോലെ തന്നെ ബ്ലഡില്, ഐയില്, അതേഴ്സ്. അതുപോലെ ഇതും ചോദിക്കാം, സെറിബ്രല്, ഗ്യാസ്ട്രിക്, ബ്ലഡ്. നെക്സ്റ്റ് നോക്കാം, റെഗുലേറ്ററി ബോഡി. റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യനിർവഹണം അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം ആണ് AERB. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഷോർട്ട് ഫോമുകളുണ്ട് ഇതിനകത്ത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. AERB, എക്സ്പാൻഡ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. Outlined by the central government. Outlined എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീഴില് പ്രവർത്തിക്കുന്ന. അപ്പോ ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്രൊഫിഷ്യന്റ് അതോറിറ്റി as the regulatory board for അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊവിഷ്യന്റ് അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. പ്രൊവിഷ്യന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധമായ അതോറിറ്റിയാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിയേ. Granting, അതുപോലെ റിന്യൂവൽ, വിഡ്രോവൽ ആൻഡ് റിവോക്കേഷൻ, കൺസെന്റ്. കൺസെന്റ് എന്താണ്? കൺസെന്റ് സമ്മതം കൊടുക്കുന്നത് അല്ലെ, കൺസെന്റ് അല്ലെ, സമ്മതം. ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ അത് ചെയ്യേണ്ടതായിട്ടുള്ള ഇവരാണ്. എങ്ങനെ വേണം, ഏതൊക്കെ പോളിസിയിലൂടെ പോകണം, ഏതൊക്കെ ഗൈഡ് ലൈൻസ്, ഏതൊക്കെ പ്രൊസീജിയറിലൂടെ പോകണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെഗുലേറ്ററി ബോഡി പ്രകാരമായിരിക്കണം, അവർ പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. അപ്പോ അങ്ങനെയുള്ള അനുമതി കൊടുക്കുന്നത്, അങ്ങനെയുള്ള എന്താണ് പുതുക്കല്, പിൻവലിക്കല്, അതുപോലെ തന്നെ റിവോക്കേഷൻ. റിവോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസാധുവാക്കൽ അല്ലെ. ഈ ബോഡി പറഞ്ഞിരിക്കുന്ന പ്രകാരമല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ, അതിന്റെ അല്ലെ അവര് പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത് അസാധുവാക്കാനായിട്ടും ഈ റെഗുലേറ്ററി ബോഡിക്ക് അധികാരമുണ്ട്. അപ്പോ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വിദഗ്ധ അതോറിറ്റിയാണ്, പ്രൊവിഷ്യന്റ് അതോറിറ്റിയാണ്. ഇവര് പറയുന്നത് പ്രകാരമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അടുത്ത ചാപ്റ്ററിൽ, അടുത്ത മോഡ്യൂൾസിലൊക്കെ പഠിക്കും. ഓരോന്നിനും ഒരു ലൈസൻസുകൾ ഉണ്ട്. അപ്പൊ ലൈസൻസുകളൊക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അനുമതികള്, അതുപോലെ പിൻവലിക്കല്, പുതുക്കല്, അസാധുവാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അധികാരമുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ബോഡിയാണ് ഇത് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇവര് പറഞ്ഞ പ്രകാരം മാത്രം അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ഏരിയ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗനിർണയം നടത്തുന്ന ഏരിയയുടെ പ്രത്യേകതകള് എന്തൊക്കെയാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണല്ലേ രോഗനിർണയം നടത്തുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വേണം, അതിന്റെ ലൊക്കേഷൻ എങ്ങനെ വേണം, അതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഡയഗ്നോസ്റ്റിക് ഏരിയ, ഫസ്റ്റ് പോയിന്റ്, റേഡിയോളജി റൂംസ് ആർ secluded so that the people cannot come 1 meter from its outside walls. എന്താ പറയുന്നത്? ഔട്ട്സൈഡ് വാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ഭിത്തി. അതുപോലെ തന്നെ സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ടിരിക്കുന്ന. ഓക്കെ, ഒറ്റപ്പെട്ടിരിക്കുന്ന. ഇവിടെ പറയുന്നത് റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് സോ ദാറ്റ് the people cannot come 1 meter
from its outside walls. ഈ പുറംഭിത്തിയിൽ നിന്നും 1 മീറ്റർ മാറിയായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുമ്പോ എന്താണ്, ഒരു വാതിൽ തുറക്കുമ്പോ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആണോ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കാം അല്ലെ, 2-3 വാതിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആവുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ വാതിൽ ഒരു 2 വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റും അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ 1 മീറ്റർ അകലത്തിലായിരിക്കണം അങ്ങനെ വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? മറ്റുള്ള ആളുകൾ അതുവഴി പാസ് ചെയ്തു പോകുമ്പോൾ അവർക്ക് റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഔട്ട്സൈഡ് വാൾസ് അല്ലെ, കുടുംബത്തിൽ നിന്നും 1 മീറ്റർ അകലെയായിരിക്കണം റേഡിയോളജി റൂംസ് ഉണ്ടായിരിക്കേണ്ടത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം കേട്ടോ. ഓക്കെ, റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പുറംഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെ മാറിയായിരിക്കണം റേഡിയോളജി റൂം സ്ഥാപിക്കേണ്ടത്. ഇനി എന്താ പറയുന്നത്, the windows are avoided to lessen the penetration of radiation in the nearby area. എന്താണ് penetration എന്ന് പറഞ്ഞാല്? penetration എന്താണ്? penetration means എന്തായിരിക്കാം? പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, അപ്പോ നമ്മള് വിൻഡോസ് ഈ റേഡിയോളജി റൂമില് അവോയ്ഡ് ചെയ്യണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? വിൻഡോസ് ഉണ്ടോ റേഡിയോളജി റൂമില്? ഇല്ല അല്ലെ. ഇനി കയറുമ്പോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണല്ലോ, അപ്പൊ ശ്രദ്ധിച്ച് നോക്കാം. വിൻഡോസ് അവിടെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? വിൻഡോസ് ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ ചെയ്യുമ്പോലെ എന്താണ്, റേഡിയേഷൻ ആ കിരണങ്ങൾ പുറത്തേക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതെന്താണ്, മറ്റുള്ളവരിലേക്ക് അല്ലെ, പബ്ലിക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിൻഡോസ് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. All walls and doors should be painted washable paints of good quality. Good quality ഉള്ള പെയിന്റുകൾ കൊണ്ട് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, പെയിന്റ് അങ്ങനെയുള്ള ഗുഡ് ക്വാളിറ്റി ഉള്ള പെയിന്റുകൾ കൊണ്ട് നമ്മൾ പെയിന്റുകൾ അടിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വാൾസിനായാലും ഭിത്തിക്കായാലും ടോപ്സിനായാലും അത് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗുഡ് ക്വാളിറ്റി ഉള്ള പെയിന്റുകളായിരിക്കണം അടിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, ആസ് പെർ ടു ബാർക്ക്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ബാർക്കിന്റെ ഫുൾ ഫോം ചോദിക്കാം. ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്. ഓക്കെ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്. Mumbai, the walls of radiology rooms should be 9 inch thick concrete walls or 40 inches thick brick എന്നാക്കണം കേട്ടോ. അവിടെ ബ്രിക്ക് തന്നെയല്ലേ, കറക്റ്റ് ആക്കിയിട്ടില്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സ്ക്രീനില്. ബ്രിക്ക് ആണ്, ബ്രിക്ക് മോൺസറി വാൾസ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ബാർക്ക് എന്ന് പറഞ്ഞാല് അവിടെ എന്താണ്, മുംബൈയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വാൾസിന്റെ പ്രത്യേകതയാണ് കൊടുത്തിരിക്കുന്നത്. 19 inches തിക്ക് കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും, അല്ലെങ്കിൽ 40 inches തിക്ക് മോൺസറി ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വാൾസ് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ അതിന്റെ എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, കീപ്പ് മിനിമം ഫർണിച്ചർ. എന്താണ്, അവിടെ റേഡിയോളജി റൂമില് മിനിമം ഫർണിച്ചർ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം സ്പൂൺസ്. എന്തായിരിക്കാം വെന്റിലേഷൻ എന്ന് പറഞ്ഞാല്? വെന്റിലേഷൻ എന്താണ്, വെന്റിലേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്?
ഫ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂം പുക, അതുപോലെ തന്നെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ മിഷനിൽ നിന്നും പൊടികള്, അതുപോലെ തന്നെ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെ? പേഷ്യൻസ് വരുമ്പോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാം. അതൊക്കെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ദ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ so that there is enough moving space. എന്ത് ചെയ്യണം? എക്സ്റേ മെഷീൻ എന്ന് പറയുന്നത് കോർണറിൽ സ്ഥാപിക്കണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി, സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ കോർണറിൽ സ്ഥാപിക്കാനായിട്ട് പറയുന്നത്. Last point നോക്കാം. The flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. എന്താ പറയുന്നത്? ഈ ഫ്ലോർ അല്ലെ, റേഡിയോളജി മെഷീന്റെ ഫ്ലോർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്താണ് പണിതുയർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ മെഷീൻസ്, ഇപ്പൊ MRI എടുക്കുന്ന മെഷീൻസ് ആയാലും, അതുപോലെ CT സ്കാൻ എടുക്കുന്ന മെഷീൻസ്, എക്സ്റേ മെഷീൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇത്തിരി സങ്കീർണമായിട്ടുള്ള മെഷീൻസ് ആണ് അല്ലെ, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. അപ്പൊ അത് താങ്ങാനായിട്ടുള്ള കെൽപ്പ് ആർക്ക് വേണം? ഫ്ലോറിന് വേണം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഹെവി മെഷീൻസ് ആയതുകൊണ്ട് തന്നെ അത് ലോഡ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് ആർക്ക് വേണം? ഈ ഫ്ലോറിന് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫ്ലോറ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് താങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം ബിൽഡപ്പ് ചെയ്യാനെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടത്. വായിച്ചു നോക്കി, വായിച്ചു നോക്കാം കേട്ടോ. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ക്ലിയർ ആയില്ല. എന്താ പറഞ്ഞ? ആരുടെയായിരുന്നു സബ്ജക്റ്റ്? മിസ് ഇന്നലെ ഇട്ട മോക്ക് ടെസ്റ്റ് രണ്ടും വന്ദന മിസ്സിന്റെ ചാപ്റ്ററിലായിരുന്നു. ഒന്ന് ഡയാലിസിസും പിന്നെ സ്പില്ലേജ് വേസ്റ്റിന്റേതും. രമ്യ മിസ്സിന്റെ ആയിരുന്നു മിനിങ്ങാമത്തെ ഒരു ക്ലാസ്. രമ്യ മിസ്സിന്റെ മോക്ക് ടെസ്റ്റിന്റെ വന്നിട്ടില്ല. നിഷ മാമിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല മാം. ഇല്ല, വരുന്നേ ഇല്ല. ഒരു ഡൗട്ട് മാം, ഒരു ഡൗട്ട്. ഈ ടെസ്റ്റ് കൂടാതെ ഗൈഡ് ഉണ്ടോ? ഗൈഡ് ഉണ്ടല്ലോ. അവിടെ എന്തെങ്കിലും സാറിനോട് ചോദിച്ചോളൂ കേട്ടോ, വിളിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചാൽ മതി. നിഷാമിസിനെ കിട്ടിയിട്ടില്ല അല്ലെ? നിഷാമിസും നിഷാമിസിന്റെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല മാം. അതാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കിട്ടേണ്ടത്. ഒരു ക്ലാസ് പോലും കിട്ടിയിട്ടില്ല. ഡിപ്പാർട്ട്മെന്റൽ ലെങ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആണോ? എന്തോ
ഡിപ്പാർട്ട്മെന്റിലാണോ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ? അതെ മൊഡ്യൂൾ അതെ. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, ഞാൻ പറയാം കേട്ടോ, ഓഫീസിൽ ഞാൻ പറയാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് വരാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.